ഇടുക്കി രാജാക്കാട് ടൗണിന് സമീപം മലയോര ഹൈവേയുടെ ഭാഗമായ റോഡ് ഒരു വർഷക്കാലമായി തകർന്നു കിടക്കുന്നത് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് INTUC ഡ്രൈവേഴ്സ് യൂണിയൻ. INTUC ഇടുക്കി രാജാക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് റോഡ് ഉപരോധിച്ചത്. മലയോര ഹൈവേയിൽ രാജാക്കാട് ടൗണിന് സമീപം കളിയിക്കൽപ്പടിയിൽ റോഡിന്റെ വശങ്ങളിടിഞ്ഞിട്ടും അപകടാവസ്ഥയിലായിട്ടും ഒരു വർഷം പിന്നിടുമ്പോഴും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നടപടിയായില്ല. റോഡിന്റെ പലയിടത്തും നിലവിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. മഴ ശക്തമാകുന്നതോടെ റോഡ് പൂർണ്ണമായും ഇടിഞ്ഞ് താഴാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികളും സ്കൂൾ ബസ്സുകളും ഇതര വാഹനങ്ങളും കടന്നുപോകുന്ന ജില്ലയിലെ പ്രധാന റോഡിന്റെ അവസ്ഥയാണിത്. എത്രയും പെട്ടെന്ന് റോഡ് പുനർനിർമ്മാണം നടത്തി പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രകടനവും റോഡ് ഉപരോധവും സംഘടിപ്പിച്ചത്. പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ അരമണിക്കൂറോളം റോഡ് ഉപരോധിച്ചു. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി കന്യാകുഴി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ഉടുമ്പൻചോല MLA ദിവസേന സഞ്ചരിക്കുന്ന ഈ റോഡ് ഇടിഞ്ഞുപോയിട്ടും അദ്ദേഹം ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ജോഷി കന്യാകുഴി പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണ്. എമർജൻസി ആയിട്ട് ഒരു ആംബുലൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും വഴി ബ്ലോക്കായതിന്റെ പേരിൽ ആംബുലൻസ് കടന്നു പോകാൻ പെട്ട പാട് നിങ്ങൾക്ക് അറിയത്തില്ല. ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന പിണറായിയുടെ മരുമകൻ ഇവിടെ റോഡിന്റെ ഒക്കെ ആളാണെന്ന് റീൽസ് ഇട്ടുകൊണ്ട് കളിക്കുകയല്ലാതെ ഈ റോഡുകൾ നന്നാക്കുന്നതിനോ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയോ ഒരു പണിയും ചെയ്യുന്നില്ല. സമരത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വാഹനങ്ങളുടെ നിര വർദ്ധിച്ചതോടെ രാജാക്കാട് പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ചു മാറ്റി. ഇത് സൂചന സമരമാണെന്നും റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും INTUC പ്രവർത്തകർ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.